ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. നമ്മൾ നാരദീയ ഭക്തിസൂത്രങ്ങളാണ് ചിന്തിക്കുന്നത്. അതിൽ എടുത്തു. ശരി ശരി. ഇവിടെ ആദ്യ ഭാഗത്ത് പരാഭക്തിയാണ് ചിന്തിക്കപ്പെടുന്നത്. എന്താണ് ഭക്തി? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഭക്തിയുടെ ഫലം അല്ലെങ്കിൽ മഹിമ എന്താണ്? ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ പ്രകരണത്തിൽ ചിന്തിക്കുന്നത്. പിന്നീട് ഗൗണീഭക്തി അല്ലെങ്കിൽ അപരാഭക്തി, അതിനെ തന്നെ നമുക്ക് വിധിവിധാനപരമായ ഭക്തി എന്നൊക്കെ പറയാം. അതാണ് പിന്നീട് ചിന്തിക്കുക. അപ്പോൾ ഈ പ്രകൃതത്തിൽ ഇപ്പോൾ പരാഭക്തിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അവിടെ ആദ്യം ഭക്തിയുടെ നിർവചനം പറഞ്ഞു. പിന്നീട് ആ ഭക്തിയിലെത്തിയാൽ ഉള്ള മഹിമ പറഞ്ഞു. ജീവിതം ധന്യമാകുന്നു, മനുഷ്യൻ കൃതകൃത്യനാകുന്നു, തൃപ്തനാകുന്നു എന്നൊക്കെ. അനന്തരം പരാഭക്തിയുടെ വിശേഷമാണ് പറഞ്ഞത്. സാ ന കാമയമാന എന്ന് 7-ാം സൂത്രത്തിൽ. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു? നിരോധരൂപത്വാത്. തുടർന്ന് 8-ാം സൂത്രത്തിൽ എന്താണ് നിരോധം എന്നുള്ളത് പറഞ്ഞു. ലോക വേദ വ്യാപാര ന്യാസമാണ് നിരോധം. അതൊക്കെ വിസ്തരിച്ചിവിടെ അർത്ഥം പറഞ്ഞതാണ്. തുടർന്ന് 9, 10, 11 സൂത്രങ്ങൾ ഒന്നിച്ച് പഠിക്കണം. 9-ാം സൂത്രത്തിൽ പറയാണ്, തസ്മിൻ അനന്യത തത് വിരോധിഷു ഉദാസീനത ച. ഇത് പറഞ്ഞല്ലോ, ഇത് പറഞ്ഞതാ. തസ്മിൻ അനന്യത തത് വിരോധിഷു ഉദാസീനത ച. അവിടെ പാഠഭേദമുള്ളത് ചേ ഇതി എന്നും കൂടി ചിലതിലുണ്ട്. ചില പുസ്തകങ്ങളിൽ ച ഇതി എന്നുമുണ്ട്. അപ്പം ഈശ്വരനിൽ അനന്യത, പിന്നെയോ ഈശ്വര മാർഗവിരോധികളിൽ ഉദാസീനത. അപ്പം അവിടെ നമ്മൾ എന്താണ് അനന്യത എന്നും എന്താണ് ഉദാസീനത എന്നും ഇവിടെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. കാരണം അടുത്ത സൂത്രങ്ങളിൽ അത് പറയും. അതും പറഞ്ഞു, ഇവിടെ അതും പറഞ്ഞു. അന്യ ആശ്രയങ്ങളെ ത്യജിക്കുന്നതാണ് അനന്യത, അതൊക്കെ പറഞ്ഞു. അതുപോലെ ലോകവേദങ്ങളിൽ അല്ലെങ്കിൽ ലോകവേദേഷു ലോകേ വേദേച്ച
തദനുകൂലാചരണം തദ്വിരോധിഷു ഉദാസീനത. ഭക്തിമാർഗത്തെ എത്ര വിരോധിക്കുന്നോ അത്രയ്ക്കധികം നമ്മൾ ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് വിരോധികളിൽ ചെയ്യുന്ന ഉദാസീനത. അതും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. തുടർന്ന് 12ാമത്തെ സൂത്രം ഏതാ? 12 ആരെടുത്തെങ്കിലും ഉണ്ടോ? 12 ഏതായിരുന്നു? ഉണ്ടോ? ഇതിൽ ഇത്രയേ ഉള്ളൂ. ആരെടുത്തെങ്കിലും ഉണ്ടോ? ഇല്ല. സന്തോഷം. ഇല്ലെങ്കിൽ ആരെങ്കിലും സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. നാരദീയ ഭക്തി സൂത്രം ഒന്ന് അടിച്ചാൽ മതി. ഉണ്ടോ? ഭവതു നിശ്ചയാദ് ഊർധ്വം ശാസ്ത്രരക്ഷണം. ഒന്നുകൂടി പറയാം. ഭവതു നിശ്ചയാദൂർധ്വം ശാസ്ത്രരക്ഷണം. ഇതിനും പാഠഭേദമുണ്ട്. പ്രസിദ്ധമായ പാഠഭേദം ഭവതു നിശ്ചയദാർഢ്യാദൂർധ്വം ശാസ്ത്രരക്ഷണം എന്നാണ്. ഇപ്പം 2 പാഠം. ഒരു പാഠം ഭവതു നിശ്ചയാദൂർധ്വം ശാസ്ത്രരക്ഷണം. രണ്ടാമത്തെ പാഠം ഭവതു നിശ്ചയദാർഢ്യാദൂർധ്വം ശാസ്ത്രരക്ഷണം. അർത്ഥം രണ്ടും ഒന്ന് തന്നെ. അർത്ഥം ഇതാണ്: നിശ്ചയത്തിന് ശേഷം ശാസ്ത്രരക്ഷണം ഭവിക്കട്ടെ. ഒന്നുകൂടി പറയാം. നിശ്ചയത്തിന് ശേഷം ശാസ്ത്രരക്ഷണം ഭവിക്കട്ടെ. അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത്തിന് ശേഷം ശാസ്ത്രരക്ഷണം ഭവിക്കട്ടെ. എന്താ ഈ സൂത്രത്തിൻ്റെ അർത്ഥം? നേരത്തെ പറഞ്ഞു, ഒരു ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആൾ അഥവാ പരാഭക്തിയിലേക്ക് ഉയരേണ്ട ആൾ എങ്ങനെയാണ് ജീവിതം ക്രമീകരിക്കേണ്ടത്? ആ ഒരു ഉപദേശമാണ് കഴിഞ്ഞ ഭാഗത്ത്. എന്താ പറഞ്ഞേ? തസ്മിൻ അനന്യത തദ്വിരോധിഷു ഉദാസീനത. ഈശ്വരനിൽ അനന്യതയും ഈശ്വര മാർഗവിരോധികളിൽ അല്ലെങ്കിൽ ഭക്തിമാർഗവിരോധികളിൽ ഉദാസീനതയും. ഇങ്ങനെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരാൾ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ശാസ്ത്രരക്ഷണം ഭവിക്കട്ടെ. ഇവിടെ ശാസ്ത്രം എന്നതുകൊണ്ട് ശാസനം ചെയ്യുന്നതിലൂടെ എന്ത് നമ്മെ രക്ഷിക്കുന്നുവോ അതിൻ്റെ പേരാണ് ശാസ്ത്രം. ശാസനാത് ത്രായത്തെ അഥവാ ശാസ്തി ത്രാതിച്ച ശാസ്ത്രം. ഇപ്പോൾ ഉപദേശിക്കുന്നതിലൂടെ എന്താണോ നമ്മെ രക്ഷിക്കുന്നത് അതിൻ്റെ പേരാണ് ശാസ്ത്രം. ഇപ്പം നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് രക്ഷ ലഭിക്കുന്നുവെങ്കിൽ അത് ശാസ്ത്രം. ശാസ്ത്രത്തിന് നമുക്ക് പല പല വിഭാഗങ്ങളിൽ തിരിക്കാം. പക്ഷെ ഒന്ന് നിസ്സംശയം പറയാം, മനുഷ്യൻ്റെ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പ്രേയസ്സിനും ശ്രേയസ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് ശാസ്ത്രം ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ശാസ്ത്രം, അഥവാ ആയിരിക്കണം. മനുഷ്യൻ്റെ ജീവിതത്തിൽ വഴികാട്ടിയാണ് ശാസ്ത്രം. എന്തുകൊണ്ടെന്നാൽ അനുഭവ സമ്പന്നന്മാരാണ് ശാസ്ത്രോപദേശം ചെയ്തതൊക്കെ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നിത്യവും നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ, ചെയ്യരുതാത്തത് എന്തൊക്കെ,
എന്ന് സ്വാനുഭവത്തിൻ്റെ ദൃഢതയിൽ ഇരുന്നു കൊണ്ടാണ് ആചാര്യന്മാർ നമുക്ക് ഉപദേശിച്ചിട്ടുള്ളത്. ഇപ്പം സ്വാനുഭൂതിയുടെ ദൃഢതയിൽ ഇരുന്നു കൊണ്ട് ആചാര്യന്മാർ നമുക്ക് ഉപദേശിച്ചു. അപ്പം നമുക്കൊരു പ്രയാസം വരുന്നു, ഒരു പ്രശ്നം വരുന്നു എന്ന് വിചാരിക്കാം നമ്മുടെ ജീവിതത്തിൽ. എന്തോ പ്രശ്നമായിക്കോട്ടെ, ഇന്നതൊന്നും പറയുന്നില്ല. വ്യക്തിതലത്തിൽ പലതും നമുക്കൊക്കെ വരും. പലപ്പോഴും മറ്റുള്ളവരോട് പങ്കുവെക്കാൻ കഴിയാത്തതായിരിക്കും. നമ്മെ സംബന്ധിച്ച് അതിന് പരിഹാരം ഉണ്ടാവില്ല, കാരണം നമ്മുടെ ജീവിതത്തിൽ അത് ആദ്യം വരുന്നതാണ്. പങ്കുവെക്കാനും പറ്റില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ വ്യക്തിതലത്തിൽ നമ്മൾ പതറിപ്പോകും. പക്ഷേ ഇങ്ങനത്തെ ആയിരം കണ്ടു തഴമ്പിച്ച് അവയ്ക്കുള്ള പരിഹാരം ഉപദേശിച്ച് പരിചയസമ്പന്നരായിട്ടുള്ളവർ ഇന്നതാണ് ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സ്വീകരിച്ചാൽ ഒരിക്കലും നമുക്കൊരു അപകടം സംഭവിക്കില്ല. ഇത് വേണ്ടതുപോലെ പിന്തുടരാത്തത് കൊണ്ട് എത്രയോ ജീവിതങ്ങൾ പൊലിഞ്ഞു പോകുന്നത് നമുക്കറിയാം. ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്തവരായി തീരും നമ്മൾ. കാരണം തൻ്റെ പ്രശ്നം താൻ ജീവിതത്തിൽ ആദ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. ഇതൊന്നും ആരും അനുഭവിച്ചിട്ടേ ഉണ്ടാവില്ല, അത്ര കഷ്ടപ്പാടെന്നൊക്കെയാണ് നമുക്ക് തോന്നുക. ഇതിൻ്റെ 10,000 മടങ്ങ് കടന്നു വന്നവരാണ് ആചാര്യശ്രേഷ്ഠന്മാർ. ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ മാർഗദർശനം തരാൻ കഴിവുറ്റവരാണ് ആചാര്യന്മാർ, ശാസ്ത്രങ്ങൾ. ഇനി ഇത് പ്രശ്നങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, പിന്നെയോ ചെളി കഴുകിക്കളയുന്നതിനേക്കാൾ നല്ലത് ചവിട്ടാതിരിക്കുന്നതാണ് എന്നൊരു ചൊല്ലുണ്ട്. ചെളി ചവിട്ടുന്നത് നല്ലതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ സൂത്രം അതേപടി പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രക്ഷാളനാധി പങ്കസ്യ ദൂരാത് അസ്പർശനം വരം എന്ന് പൂർവാചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുക്കാം, ഏതെങ്കിലും ഒരു വഴിക്ക് ഉടുത്തൊരുങ്ങി പോകുമ്പോൾ ചളി ചവിട്ടാതിരിക്കുന്നതിനേക്കാൾ എന്ന് പറയാം. അല്ലാണ്ട് ചളി ചവിട്ടണതാണ് ഏറ്റവും നല്ലത്, അല്ലേ? രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായില്ല. എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഉടുത്തൊരുങ്ങി പോവുക, അപ്പം ചളി ചവിട്ടിയ സുഖമുണ്ടോ? അത് ആ നിലയ്ക്ക് മാത്രം എടുക്കുക. അല്ലാണ്ട് ചളിയൊക്കെ ചവിട്ടണേ, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ചളിയിൽ ശീലിപ്പിക്കണം, മണ്ണിലും ചളിയിലും ശീലിപ്പിക്കണം. ഇന്നതൊന്നും ചെയ്യാത്തതിൻ്റെ തകരാറാണ് നമുക്കിന്ന് രോഗങ്ങൾ പെരുകുന്ന അവസ്ഥ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിദാനന്ദപുരി സ്വാമിക്കെതിരായിട്ട് കേസ് വരെ വരും. കാലം അതാ കേസ് വരെ വരും, ഉറപ്പാ. കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് ഒരാൾ അയാളുടെ മുറ്റത്തുള്ള വെള്ളം 2 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ വരെ കെട്ടി നിൽക്കണ മാതിരി ഇത് കുഴൽ മാറ്റിവെച്ചു. ഞാൻ മണ്ണ് കുടിക്കട്ടെ, നിങ്ങൾ മുഴുവൻ വെള്ളം പുറത്ത് കാവേലേക്ക് വിട്ടിട്ട് അവിടുന്ന് നേരെ കടലിലേക്ക് പോവുക. അത് ആർക്കും പ്രയോജനമില്ല. കേരളത്തിൽ പെയ്യണ മഴ എത്രയാണ്? 2 മാസം 3 മാസം കഴിയുമ്പോഴത്തേ വെള്ളത്തിന് ക്ഷാമം. ഭൂമിക്ക് നമ്മൾ കൊടുക്കുന്നില്ല. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ചെയ്ത അധികാരികളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്കും. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർമ്മിക്കില്ല. അപ്പം നിങ്ങൾ ഒരു പൈസയും ചിലവാക്കണ്ട. മുറ്റം ഈ ടൈൽസൊക്കെ ഇട്ടിട്ട് വെള്ളം കുടിക്കാത്ത രീതിയിലാക്കാതെ ഒന്ന് കുടിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വയ്യേ, 1 ഇഞ്ച് മുകളിൽ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞു. അതൊരാളെ അനുസരിച്ചു. ചുറ്റുള്ള വീട്ടുകാർ കംപ്ലൈൻറ്റ് ചെയ്തു, കൊതുക് വളർത്ത് കേന്ദ്രമായിട്ടുണ്ടാവും. എന്നിട്ട് അയാൾക്ക് താക്കീത് കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ അത് പൊളിച്ചു മാറ്റിയ റിപ്പോർട്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ മേൽ നടപടികൾ സ്വീകരിക്കും. അയാൾ ആശ്രമത്തിൽ പറഞ്ഞു, സ്വാമി ഉണ്ടാക്കിയ പൊല്ലാപ്പ് കുറച്ചൊന്നുമല്ല. അനുഭവം പറയുന്നത്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഇരിക്കട്ടെ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പരിഹാരം തേടുന്നതിനേക്കാൾ നല്ലത് വിവേകം കൊണ്ട് ആദ്യമേ പ്രശ്നത്തിൽ അകപ്പെടാതിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനല്ല ശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ശാസ്ത്രം പ്രശ്നപരിഹാരം തരും, എന്നാൽ ശാസ്ത്രം പ്രശ്നപരിഹാരത്തിനല്ല. പിന്നെയോ പ്രശ്നങ്ങളിൽ അകപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം.
ആയുർവേദ ശാസ്ത്രം നോക്കിയാൽ മതി, രോഗചികിത്സയൊക്കെ പിന്നെ വരുന്നുള്ളൂ. ആദ്യ സ്വസ്ഥവൃത്തം കഴിഞ്ഞിട്ടേ നിദാനവും മറ്റും വരുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഭക്തിമാർഗത്തിൽ നിശ്ചയം ചെയ്തോ നീ, എങ്കിൽ നിന്റെ ജീവിതം ശാസ്ത്രരക്ഷണമായിരിക്കണം. എന്താണ് ശാസ്ത്രരക്ഷണം എന്ന് പറഞ്ഞാൽ? ശാസ്ത്രത്തെ രക്ഷിക്കാൻ നമ്മളാരാ? മറുപടി, ശാസ്ത്രത്തെ വേണ്ടും വണ്ണം മനസ്സിലാക്കി അഥവാ മനസ്സിലാക്കാൻ ശ്രമിച്ച് അതിനനുസൃതമായി നമ്മുടെ ജീവിതം നയിക്കുന്നതാണ് ശാസ്ത്രരക്ഷണം. അമ്മ ഉപദേശിച്ചത് നമ്മൾ അനുസരിച്ചാൽ അമ്മയെ രക്ഷിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ അമ്മയെ കൊന്നു എന്നും പറയാം. അല്ലേ? ശരിയല്ലേ? അമ്മ നമുക്ക് നല്ല ഭാവത്തോടു കൂടിയൊരു ഉപദേശം തന്നു, നമ്മളതിനെ ലംഘിക്കുകയും അപമാനിക്കുകയും ചെയ്താൽ അത് അമ്മയെ കൊന്നതിന് തുല്യമാണ്. അപ്പം അതിനനുസരിച്ചാലോ അമ്മയെ രക്ഷിച്ചതിന് തുല്യമാണ്. ഇപ്പം ശാസ്ത്രത്തിനനുസൃതമായി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക, ഇത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം ഒരു ഭാഗത്ത് വിവിധങ്ങളായ ആകർഷണങ്ങൾ പലതിലേക്ക് മാടി വിളിക്കുന്നു. എന്തിലേക്കൊക്കെയാണെന്ന് പറയാൻ വയ്യ. അവയുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പലതിനാൽ ആകൃഷ്ടരാക്കും. പിന്നീട് അയ്യോ പറ്റിപ്പോയല്ലോ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഞാൻ ഇന്നലെ ഒരു സാധകനായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം ശാസ്ത്രാനുസൃതമാക്കണം. ഇപ്പം വിജ്ഞാനികളെ സംബന്ധിച്ച് ശാസ്ത്രം അപ്രസക്തമാണ്. സാക്ഷാത്കാര സമ്പന്നരായ മഹാത്മാക്കളെ സംബന്ധിച്ച്, വിജ്ഞാനികളെ സംബന്ധിച്ച് വിധി നിഷേധങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല. അവരതിനുപരിയാണ്. ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദിവർത്തതേ. പക്ഷേ ഒരു സാധകൻ അത് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. സാധകനെ സംബന്ധിച്ച് ശാസ്ത്രരക്ഷണമായിരിക്കണം നമ്മുടെ ജീവിതം. ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നിശ്ചയാദൂർധ്വം ശാസ്ത്രരക്ഷണം, ശാസ്ത്രത്തിന് രക്ഷിക്കുന്ന ശാസ്ത്രാനുസൃതമായ ജീവിതം നയിക്കണം. ഇതാണ് പറയുന്നത്. ഇപ്പോൾ ശാസ്ത്രരക്ഷണം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സിദ്ധ മഹാത്മാവെന്ന് വിചാരിച്ചോളൂ. അയാളെ സംബന്ധിച്ച് സകല വിധി നിഷേധങ്ങൾക്കും ഉപരിയാണ്. അതുകൊണ്ട് ഇന്നത് ചെയ്യരുതെന്നോ ഇന്നത് ചെയ്യണമെന്നോ അയാളെ സംബന്ധിച്ചില്ല. പക്ഷേ അത് ഒരു സാധകൻ അനുകരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അവിടെ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും വേർതിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സാധിക്കണം. ഒരിക്കലും വിജ്ഞാനികളെ അനുകരിച്ചുകൂടാ. അനുകരിച്ചാൽ നമ്മൾ അപകടത്തിൽ ചെന്ന് പെടും. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അവധൂത മഹാത്മാക്കളെയൊന്നും ഗുരുവായിട്ട് സ്വീകരിക്കരുത് എന്ന് അതുകൊണ്ട് പറയുന്നത്. സ്വീകരിക്കുക അവരാരും എങ്കിലും നീ എൻ്റെ ശിഷ്യനാന്ന് പറയുമോ? ഒരിക്കലുമില്ല. പക്ഷേ ചിലർക്ക് അങ്ങോട്ട് ഗുരുവായിട്ട് കാണാം. എന്നിട്ട് ഓരോ അപകടങ്ങളിൽ ചെന്ന് ചാടും. അവർ ലോകബാഹ്യന്മാരായിട്ടിരിക്കുന്നവരാണ്. ലോകബാഹ്യന്മാരായിരിക്കുന്നവരോട് ലോകത്തിൻ്റെ മര്യാദകൾ പാലിക്കേണ്ട ആൾക്കാർ അത് അനുകരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപകടത്തിൽ ചെന്ന് ചാടും. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അവധൂത മഹാത്മാക്കളെയും മറ്റും ദൂരെ നിന്ന് ബഹുമാനിക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല പറഞ്ഞ? ഇല്ല. എന്താ മനസ്സിലാവേണ്ടത്? അവധൂത മഹാത്മാക്കൾക്ക് വിധി നിഷേധങ്ങളില്ല. അപ്പോൾ അവർ പല്ലിക്കുണ്ടാവില്ല, കുളിക്കുന്നുണ്ടാവില്ല, അതിൽ ശൗചം ചെയ്യുന്നുണ്ടാവില്ല,
മലമൂത്ര വിസർജനം ചെയ്ത കഴുകുണ്ടാവില്ല. അവർക്ക് ഭക്ഷ്യാഭക്ഷ്യങ്ങളില്ല. എന്ത് കിട്ടിയാലും കഴിച്ചു എന്ന് വരും, അല്ലെങ്കിൽ ഒന്നും കഴിച്ചില്ല എന്ന് വരും. ഇത് സാധകൻ അനുവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അവർ ജപിക്കുന്നുണ്ടാവില്ല, അവർക്ക് ധ്യാനിക്കുന്നുണ്ടാവില്ല, അവർക്ക് സന്ധ്യാസന്ധ്യകളൊന്നുമില്ല. ഇത് സാധകനെ സംബന്ധിച്ച് അനുവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അത്രയേ ഉള്ളൂ. ഇതേ പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് സാധനാമാർഗത്തിൽ നിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ശാസ്ത്രരക്ഷണമായിരിക്കണം. ശാസ്ത്രത്തെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിലോ ഞാൻ ശാസ്ത്രത്തിൽ നിന്ന് അനുസരിക്കാൻ പോകുന്നില്ല. എന്ത് ശാസ്ത്രം? ഏത് ശാസ്ത്രം? അപ്പോൾ അടുത്ത സൂത്രത്തിൽ നാരദൻ പറയുകയാണ്, അന്യഥാ പാതിത്യാശങ്ക. അന്യഥാ അല്ലാത്ത പക്ഷം, പാതിത്യാശങ്ക പതിച്ചു പോകുമോ എന്ന ആശങ്കയുണ്ട്. ഇതിന് പാഠഭേദമുണ്ട്. അന്യഥാ പാതിത്യാശങ്കയാ. പാതിത്യാശങ്കയാന്ന് പറഞ്ഞാൽ പാതിത്യാശങ്ക കൊണ്ട് എന്നർത്ഥം. എന്താ ഈ പാതിത്യാശങ്ക എന്ന് പറഞ്ഞാൽ? പതിക്കും എന്നുള്ള ആശങ്ക. പതിച്ചു പോകും. പതിക്കുക എന്ന് പറഞ്ഞാൽ വീഴുക. അപ്പം നമ്മൾ സാധനാക്രമത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രത്തിനനുസരിച്ച് ജീവിക്കണം. അല്ലാത്ത പക്ഷം വീഴാനുള്ള സാധ്യത ഉണ്ട്. വീഴ്ച എത്ര ഉയരത്തുനിന്നാണോ അത്രയും പരുക്ക് കൂടുതൽ പറ്റാനുള്ള സാധ്യതയും ഉണ്ട്. ഇപ്പം നിലത്ത് തന്നെ വീണിട്ട് പരുക്ക് പറ്റിക്കൂടെ? അതൊക്കെ പറ്റും. നിലത്ത് നിന്ന് ഇപ്പോൾ ഒന്ന് വീണിട്ട് തന്നെ ആൾക്കാർക്ക് വലിയ മാരകമായ പൊട്ടലൊക്കെ പറ്റുന്നുണ്ട്. തല പൊട്ടി, എല്ല് പൊട്ടി എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഉയരം കൂടുന്നതിനനുസരിച്ച് വീഴ്ചയുടെ ആഘാതം കൂടുതലായിരിക്കും. അതാണ് സാധകൻ എത്ര ഉയർന്ന തലത്തിലേക്ക് പോകുന്നുണ്ടോ അത്രയും കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഇന്ദ്രിയങ്ങളും മനസ്സും അത്രയ്ക്കധികം ബലമുള്ളവയാണ്. നമ്മളെ കടയും. തൈര് കടയണ പോലെ നമ്മളിട്ട് കടയും, ഇന്ദ്രിയങ്ങളായാലും മനസ്സായാലും. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കുറച്ച് ശാസ്ത്രമൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ വലിയ അപകടം എന്താ വെച്ചാൽ നമ്മൾ പലതും പറഞ്ഞ് ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ മിടുക്കന്മാരായിരിക്കും. ഒട്ടും പഠിച്ചിട്ടില്ല വെച്ചാൽ വിരോധമില്ല, കുറച്ച് പഠിച്ചാലാ കുഴപ്പം അല്ലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കും, വ്യാഖ്യാനിക്കും. ചിലപ്പോൾ നമ്മൾ സിദ്ധന്മാരുടെ മാതൃകയെ ചൂണ്ടിക്കാണിച്ചെന്ന് വരും. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എപ്പോഴും പറയാറുള്ളൊരു ദൃഷ്ടാന്തമുണ്ട്, എപ്പോഴും ഓർമ്മിക്കാറുണ്ട്, പറയാറുണ്ട്. അത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അപ്പം മനസ്സിൽ വരുന്ന ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് നിങ്ങളിൽ പലരും കേട്ട് മടുത്തതായിരിക്കും. ഈ ചിദാനന്ദപുരി സ്വാമിക്ക് വേറെ ദൃഷ്ടാന്തമൊന്നും ഇല്ലയെന്ന് ചിന്തിക്കും. പറഞ്ഞ പറയണം എന്തിനാണ്. പക്ഷെ ഇത് വലിയ അത്രയും നമ്മളെ ഉള്ളിൽ പ്രവേശിച്ചു പോയത് അതൊരു ദൃഷ്ടാന്തമാണ്. അത് നമ്മളെ സന്യാസത്തിനൊക്കെ മുമ്പുള്ളൊരു സംഭവമാണ്. സന്യാസ ദീക്ഷയ്ക്കൊക്കെ മുമ്പുള്ള സംഭവമാണ്. ഒരാശ്രമത്തിൽ അവിടുത്തെ ഒരു ബ്രഹ്മചാരിയായിട്ട് കൂടുകയാണ്. അവിടെ ചേർന്നിട്ട് വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. എങ്കിലും അവിടുത്തെ മഠാധിപതിയുടെ പ്രത്യേകമായ പ്രേമത്തിന് പാത്രമായി അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ടുണ്ടായി. ഒരുപാട്. ആ ആശ്രമം എന്ന് പറഞ്ഞാൽ വലിയൊരാശ്രമമാണ്. അയ്യോ, അതിൻ്റെ ഉള്ളിൽ തന്നെ 10-14 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവയുടെ ഹോസ്റ്റലുകൾ, ഒരു എന്താ പറയേണ്ടത്, കിൻഡർഗാർട്ടൻ തൊട്ട് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ, സ്പോർട്സ് സ്കൂള്, സ്പോർട്സ് കോളേജ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എൻജിനീയറിംഗ് കോളേജ്, സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പോളിടെക്നിക്, ഒരുപാട് സ്ഥാപനം.
അപ്പോൾ ഇവയിലേക്കൊക്കെ 10-12,000 കുട്ടികൾ ക്യാമ്പസിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണമുണ്ട്, ഹോസ്റ്റലുകളുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിൻ്റെ ഒക്കെ ചാർജ് ഉണ്ട്. അങ്ങനെ പലതും ഉണ്ട്. വലിയൊരു താക്കോൽ കൂട്ടമൊക്കെ ആയിട്ട് വലിയൊരു മുതലാളിയായിട്ട് അങ്ങനെ നടക്കുക. അവിടെ ഒരുപാട് താക്കോലുണ്ട്. കുറേ താക്കോലൊക്കെ കിട്ടുമ്പോൾ ഒരു പത്രാസ് സ്വാഭാവികമായിട്ട് വരാനുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ളൊരു കാലമാണ്. അപ്പോൾ അവിടെ ഏകദേശം സമാന പ്രായക്കാരനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ ജോയിൻ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നു ചേർന്നു. അപ്പോൾ ഈ കക്ഷി ഇടയ്ക്കിടയ്ക്ക് പുകവലിക്കും. ഇപ്പോൾ ബ്രഹ്മചാരിയായിട്ട് ചേരാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷേ ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് പുകവലിക്കാതെ വയ്യ. അപ്പോൾ പാത്തും പതുങ്ങി അവിടെ എവിടെയും പോയി ആരും കാണാണ്ട് വലിക്കും. നമ്മളങ്ങനെയൊക്കെ ചെയ്താൽ അവിടുത്തെ മഠാധിപതി ആ സമയത്ത് മനസ്സിലാക്കുമല്ലോ. അപ്പോൾ മഠാധിപതിയെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഇയാൾ പുകവലിക്കണത് പറ്റില്ല, അത് നിർത്തണം. പക്ഷെ ചെറുപ്പക്കാരൻ വന്നതല്ലേ, കഴിയുന്നതും അയാളെ ഒഴിവാക്കാതെ അയാൾക്കൊരു അവസരം കൊടുത്താൽ നല്ലതാണ്. ഈ രണ്ട് ചിന്തയുണ്ട്. അതുകൊണ്ട് മഠാധിപതി ഇടപെടാതെ അന്നിരിക്കുന്ന നമ്മളോട് പറഞ്ഞു, ബ്രഹ്മചാരി നിങ്ങളൊന്ന് നോക്കൂ, അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് നേരെയാക്കാൻ സാധിച്ചാൽ നല്ലതല്ലേ. അപ്പോൾ സ്വാമിജി നിർദ്ദേശിച്ചത് കൊണ്ട് നമ്മൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലത് വഹിക്കുകയോ, നമ്മളൊക്കെ ഈ ഒരു മാർഗത്തിൽ വന്നവരല്ലേ. ഉടനെ അദ്ദേഹം പറയുക, എന്താ വിവേകാനന്ദ സ്വാമി പുകവലിക്കില്ലായിരുന്നോ? ശരിയാ, വിവേകാനന്ദ സ്വാമി ധാരാളം പുകവലിക്കായിരുന്നു. പുക അപ്പം നമ്മളൊക്കെ വലിക്കൂല്ലേ, ഇതിൽ പുകവലിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും പുകവലിക്കാത്ത ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഉണ്ടെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞുതരാം. ആരെങ്കിലും ഞാൻ പുകവലിക്കില്ല എന്ന് അഭിമാനിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കാരണം എനിക്ക് ആ അപകടം പറ്റിയതാ. ഞാൻ ഒരു ഡോക്ടർ എന്നോട് ചോദിച്ചു പുകവലിക്കുമോ എന്ന്. ഞാനതിന് മറുപടി കൊടുത്തത് എന്താണെന്ന് വേണിച്ചാൽ പറഞ്ഞുതരാം. അതിരിക്കട്ടെ. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് വിവേകാനന്ദ സ്വാമി പുകവലിക്കില്ലായിരുന്നു എന്നാണ്. അപ്പം നേരത്തെ ഈ അവിടുത്തെ മുഴുവൻ ചാർജ് ഉണ്ടെന്ന് പറഞ്ഞത് കേമത്തം കാണിക്കാനല്ല, ഇനി പറയണ ദൃഷ്ടാന്തം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അദ്ദേഹത്തെ കൊണ്ട് ഈ സ്റ്റോറിലേക്ക് പോയി. ഇപ്പോൾ സ്റ്റോറിൽ ഒരു സെക്ഷനിൽ ഈ നിത്യോപയോഗ സാധനങ്ങളൊക്കെ ഉണ്ട്, വേറെ സെക്ഷനിൽ പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വലിയൊരു ഈ ദോശ ഉണ്ടാക്കണ തട്ട് വെറുതെ വെച്ചിട്ടുണ്ട്. വലുത, അതിൽ ഇത്ര നീളം ഉണ്ടാവും. ഇവിടുന്ന് ദോശ തട്ട് ഇവിടുന്ന് അതുവരെ ഉണ്ടാവും നീളം. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കുടയുമെന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് വെള്ളം കുടഞ്ഞു. അതിൽ എന്താ കാണണേ? വെള്ളം. ശരി, നേരെ മെസ്സിൽ അടുക്കളയെ കൊണ്ടുപോയി. അവിടെ ഇതേ സാധനം ഇതിലൊരു 10 പേര് നിന്ന് ദോശ ഉണ്ടാക്കുക ചെയ്യുക. ഇത് നീളത്തിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഗ്യാസിൻ്റെ ഫ്ലെയിം വരും. 10 പേര് ഒരേ സമയത്ത് നിന്ന് ദോശ ഉണ്ടാക്കും. ഒരേ സമയത്ത് 60 ഇങ്ങനെ ഓരോരുത്തരും 60 വീതം ഉണ്ടാക്കും. അങ്ങനെയാണ്. കുറച്ച് വെള്ളം അവിടെ തെളിക്കൂ പറഞ്ഞു. അപ്പോൾ ഇയാൾ അവിടെ തെളിച്ചു. എന്താ സംഭവിക്കുക? ഷൂ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഇല്ലേ? ഒറ്റ ഷൂനേ ഉള്ളൂ വെള്ളം. കഴിഞ്ഞു. പിന്നെ വെള്ളമില്ല, ഒന്നുമില്ല. വേറൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലേ, തെറ്റിദ്ധരിക്കരുതേ. പോവാതിരിക്കാനാണ് അദ്ദേഹത്തെ വിളിച്ച് സ്നേഹപൂർവ്വം എന്തെങ്കിലും സംസാരിക്കാൻ സ്വാമിജി നിയോഗിച്ചത്. ചുരുക്കി പറഞ്ഞ അയാൾ 1/2 മണിക്കൂർ കൊണ്ട് സ്ഥലം വിട്ടു. സ്വാമി ചോദിച്ചു, ബ്രഹ്മചാരി നിങ്ങൾ അയാളെ വല്ല തെറിയും പറഞ്ഞോ? അയാളെ നിങ്ങൾ വല്ലതും പറഞ്ഞോ, വഴക്ക് പറഞ്ഞോ? അതെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അയാൾ പോയല്ലോ, അത് സങ്കടമായി പോയല്ലോ, ഞാനെന്ത് ചെയ്യും? അയാൾ പോയതിന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുക. അയാൾക്ക് എന്തായാലും മനസ്സിലായി. ഈ തണുത്ത ഈ പാത്രത്തിൽ ഈ ഇതിൽ വെള്ളം കുടഞ്ഞ് അവിടെ കിടക്കും. മറ്റെടുത്ത് അതല്ല, മറ്റെടുത്ത് ജ്ഞാനത്തിൻ്റെ അഗ്നിയാ, വൈരാഗ്യത്തിൻ്റെ അഗ്നിയാ. അവിടെ നിങ്ങളെ വെള്ളമല്ല, ഒരു സാധനം അവിടെ നിൽക്കില്ല. എന്നിട്ട് വിവേകാനന്ദ സ്വാമിയായിട്ട് തന്നെ കമ്പയർ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കും. നമുക്കൊക്കെ പറ്റിപ്പോകുന്ന കുഴപ്പമായത്. താൻ എവിടെ എത്തിയിട്ടുണ്ടോ എവിടെ എത്തിയിട്ടില്ലേ എന്ന് നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയില്ല. പ്രത്യേകിച്ച് കുഴപ്പം 4 ആൾ വന്ന് കാല് പിടിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു കഥ. അതെ, അവിടെ കഴിഞ്ഞു.
ഇത് ചിന്തിക്കുക. അതാണ് പറയണത്, ശാസ്ത്രത്തിനനുസൃതമായിട്ടല്ല ജീവിക്കുന്നതെങ്കിൽ പാതിത്യാശങ്ക. വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്, വളരെ പ്രസിദ്ധമാണ്. ഗുരുനാഥൻ ശിഷ്യനോട് ഉപദേശിക്കുമ്പോൾ ഒരു ശ്ലോകമെടുത്ത് വ്യാഖ്യാനിച്ചു, പഠിപ്പിക്കുക. ശ്ലോകത്തിൻ്റെ ഭാഗം ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമപി കർഷതി എന്നുള്ളതാണ് ഭാഗം. ഈ ഇന്ദ്രിയ സമൂഹം വളരെ ബലവാനാണ്, ബലമുള്ളതാണ്, വിദ്വാനെ പോലും ആകർഷിക്കുന്ന. ഇത് കേട്ടപ്പോൾ ഈ വേദാന്തിയായിട്ടുള്ള വിദ്വാന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഗുരു അതൊക്കെ വെറുതെയാണ്. ഇപ്പോൾ ശിഷ്യനാരാ? ഈ ശിഷ്യനെ പഠിപ്പിച്ചതാരാ? ഗുരു. അയാൾ വേദാന്തി അല്ല, ഇയാൾ വേദാന്തിയാ. പറഞ്ഞർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ വേദാന്തിയായ ശിഷ്യന് അത്ര പിടിച്ചില്ല. വിദ്വാംസം നാഭി കർഷതി. അവിദ്വാന ഇന്ദ്രിയങ്ങൾ ഭ്രമിപ്പിക്കും, വിദ്വാന ഇന്ദ്രിയങ്ങൾ ഭ്രമിപ്പിക്കില്ല. ഓ അങ്ങനെയാണോ? അങ്ങനെയാണ് സാറല്ലേ, ആയിക്കോട്ടെ. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ശിഷ്യ എനിക്കൊരു യാത്ര പോകാനുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം, കുറച്ചു കാലം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഓ ഗുരു, ആശ്രമമൊക്കെ മര്യാദയ്ക്ക് നോക്കി പരിപാലിച്ചോളൂ കേട്ടോ. ശരി. 2 ദിവസം കഴിഞ്ഞു. വൈകുന്നേരമായപ്പോൾ പെട്ടെന്ന് ഇരുടായി, സന്ധ്യ. അതിനേക്കാൾ കട്ടിപിടിച്ച മഴക്കാറ്, പെരുമഴ. മഴ പറഞ്ഞാൽ എന്ത് മഴയാണ്. ആ സമയത്താണ് ഒരു സ്ത്രീ ദേഹം, പ്രായണ യുവതിയാണ്, നനഞ്ഞൊട്ടിപ്പിടിച്ച വസ്ത്രമായിട്ട് ഈ ആശ്രമത്തിൻ്റെ മുമ്പിൽ. ഞാൻ ഈ വഴിക്ക് പോവുക, പക്ഷേ പ്രതീക്ഷിക്കാതെ മഴ പെയ്തു, കുറേ നേരമായി നനഞ്ഞിട്ട്. ഇനി എനിക്ക് എവിടെ എത്തിച്ചേരാൻ കഴിയില്ല, എന്ത് ചെയ്യും? തണുത്ത് വിറയ്ക്കുകയാണ് ഞാൻ. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അമ്മ എന്താ വിഷമിക്കണത്? അമ്മ ഇവിടെ ആശ്രമത്തിലുണ്ടല്ലോ, വസ്ത്രമൊക്കെ മാറ്റിക്കോളൂ. ഞാൻ എവിടെ കിടക്കും, എവിടെ താമസിക്കും? ആശ്രമം താമസിച്ചോളൂ, അമ്മയ്ക്ക് എന്താ കുഴപ്പം? അങ്ങനെ അവർ വസ്ത്രമെല്ലാം മാറ്റി അവിടെയാണ്. നേരം കഴിഞ്ഞു, രാത്രിയായി. അവരപ്പുറത്ത് വേറൊരു മുറിയിൽ അവർക്ക് കൊടുത്തു, ഇപ്പുറത്ത് ശിഷ്യനുണ്ട്. രാത്രി വൈകിയപ്പോൾ ശിഷ്യൻ്റെ ഉള്ളിൽ ചിന്ത വരികയായി, ഒരു കൊടുങ്കാട്ടിൽ ഒരു സുന്ദരി, ഇത്യാദി ഒരു സുന്ദരിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും സുന്ദരിയായൊരു യുവതിയാണ് ഇവിടെ കിടക്കുന്നത്. വേറെ ആരുമില്ല ഈ പരിസരത്ത്, എവിടെയും നാട്ടുകാർ ആരുമില്ല. 5-6 കിലോമീറ്റർ കാട് തന്നെയാണ്. അങ്ങനെ ചിന്ത വന്ന് ഒന്നിനൊന്നായി വികസിച്ച് പതുക്കെ സ്ത്രീ പുരുഷാദി ഭേദവ്യവഹാരങ്ങൾ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് അയാൾ ഒരുങ്ങി ഇവളുടെ അടുത്തേക്ക് എത്തി. അപ്പോഴാണ് പെട്ടെന്ന് അവളെ ഗുരുവായിട്ട് മാറുന്നത്. ഇപ്പം എന്താ സ്ഥിതി? വിദ്വാംസം കർഷതി എന്നല്ല, കർഷത്യവ. ആകർഷിക്കുക തന്നെ ചെയ്യുന്നു എന്ന് ശിഷ്യൻ ഗുരുവിന് മുമ്പിൽ ചൊല്ലിക്കേൾപ്പിച്ചു കൊടുത്തു. ഇത് കഥയായിരിക്കാം, പക്ഷെ ഇതിലടങ്ങിയ തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം സാധനാമാർഗത്തിൽ കുറച്ച് പോകുമ്പോൾ നമുക്ക് തോന്നും ഞാൻ എല്ലാമായി, ഞാൻ ഇന്ദ്രിയങ്ങളെല്ലാം ജയിച്ചിരിക്കുന്നു, ഞാൻ മനസ്സിനെ ജയിച്ചിരിക്കുന്നു. പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയ വീഴ്ചയുടെ സാധ്യതയുള്ളത്. ഇത് എൻ്റെയോ നിൻ്റെയോ പ്രശ്നമല്ല, ഇത് നമ്മുടെ പ്രശ്നമാണ്, ഇത് ഇന്ദ്രിയങ്ങളുടെ പ്രശ്നമാണ്, ഇത് മനസ്സിൻ്റെ പ്രശ്നമാണ്. പിന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും, പിന്നെ അതിനുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കും. പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഭക്തിമാർഗത്തിൽ, സാധനാമാർഗത്തിൽ പോകുന്ന ആള് ശാസ്ത്രത്തിനനുസൃതമായി ജീവിതത്തെ നയിക്കണം. ഇതെല്ലാത്തിലും വേണം, ആഹാര വിഹാരാദി വിഷയങ്ങളിലൊക്കെ. ചിലർ ഭക്ഷണത്തെ സംബന്ധിച്ചൊക്കെ പറയും, എന്തിനങ്ങനെ
കുറച്ച് രാജസികമായതൊക്കെ ഇട്ട് ഭക്ഷണം കഴിച്ചാൽ നല്ല സ്വാദല്ലേ? കുറച്ച് രാജസികമായ ആഹാരമൊക്കെ ആയിക്കോട്ടെ, എന്താ കുഴപ്പം എന്നൊക്കെ നമുക്ക് തോന്നും. അതിന് ചിലപ്പോൾ നമ്മുടെ മനസ്സ് ന്യായീകരണങ്ങൾ കണ്ടെത്തും. പക്ഷേ ആഹാരം, വിഹാരം തുടങ്ങിയ എല്ലാത്തിലും സാധകൻ്റെ ശ്രദ്ധ വേണം. കാരണം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം കണ്ടവരാണ് ആചാര്യശ്രേഷ്ഠന്മാരും ഋഷീശ്വരന്മാരും. ആ ഒന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് സാധനാമാർഗത്തിൽ കഴിയുമ്പോൾ നിനക്ക് ഭക്തിമാർഗത്തിൽ നിശ്ചയമുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം ശാസ്ത്രരക്ഷണമാകണം. ഇല്ലെങ്കിൽ പതിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നവർ തന്നെയാണ്. ഇതിൽ പലരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഉണ്ടാവും. റോഡിൽ പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ടാവും, ക്രാഷ് പ്രോൺ ഏരിയ. അപ്പോൾ ക്രാഷ് പ്രോൺ ഏരിയ എന്ന് പറഞ്ഞാൽ ക്രാഷ് സംഭവിക്കുന്നവിടെ പറയുന്നില്ല, മറിച്ച് അപകട സാധ്യതാ മേഖലയാണ്. ഈ അപകട സാധ്യതാ മേഖല എന്നുള്ള ബോർഡ് കണ്ടിട്ട് നമ്മൾ അനാദരിച്ച് ഓടിച്ചാലോ ചിലപ്പോൾ നമ്മുടെ വണ്ടി സ്ലിപ്പായെന്ന് വരും. കാരണം ആ ബോർഡ് വെറുതെ വെക്കില്ല. ആ ബോർഡ് വെക്കണമെങ്കിൽ 10ഓ 20ഓ ആക്സിഡൻ്റ് അവിടെ സംഭവിച്ച് ക്രാഷ് ആയിട്ടുള്ള ചരിത്രം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ബോർഡ് വയ്ക്കുള്ളൂ, അല്ലെങ്കിൽ വെക്കില്ല. നമ്മളതിനെ അവഗണിച്ച് പോയാൽ നമ്മൾ അപകടത്തിൽപ്പെടും. അത് പാലിച്ചാലോ നല്ലതാ. ഇത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇപ്പോൾ ജീവിതത്തിൽ എപ്പോഴും എല്ലാ വ്യവഹാരങ്ങളിലും ശാസ്ത്രം, നിയമം അനുസരിച്ച് ജീവിച്ചാൽ നല്ലതാണ്. അതെ. നാളൊരു വലിയ പ്രഗത്ഭനായൊരു ഡ്രൈവറാണ്. പ്രഗത്ഭൻ എന്ന് പറഞ്ഞാൽ അത്ര പ്രഗത്ഭനായ ഡ്രൈവർമാർ കുറവാണ്. ഇപ്പോൾ ചങ്ങാതി ഒരു സ്ഥലത്തു നിന്ന് ഒരു മോട്ടോർ സൈക്കിൾ എടുത്തു. മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് ഒരു 100 മീറ്ററേ പോകണ്ടു. 100 മീറ്റർ. ഈ തുടങ്ങണെടുത്താണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ അല്ല, ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. സ്വാമി 100 മീറ്ററേ ഉള്ളൂ. ശരി ശരി, ചിദാനന്ദപുര സ്വാമിയുടെ കരുനാക്കൊണ്ട് വല്ലതും പറ്റിച്ചു എന്നാരും പറഞ്ഞേക്കരുതേ. 100 മീറ്ററേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇയാൾ ഇവിടുന്ന് ഒരു 10 മീറ്റർ പോയപ്പോഴത്തേക്ക് ബൈക്ക് നിൽക്കണില്ല, ഇറക്കാണ്. ഇറക്കത്തിൽ ബൈക്ക് നിൽക്കണില്ല, ബ്രേക്കും ഇല്ല, ഒന്നുമില്ല. അതുവരെ ബ്രേക്കും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അപകടമൊന്നും പറ്റിയില്ല. പക്ഷെ വീണ് ഉരുണ്ട് കംപ്ലീറ്റ് രക്തമുണ്ടെന്ന് തെളിയിച്ചു. ദേഹത്ത് എല്ലായിടത്തും രക്തമുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമല്ല മനുഷ്യന് രക്തം, എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് തെളിയിച്ചു. 100 മീറ്ററേ ഉള്ളൂ കൊണ്ട് കാര്യമുണ്ടാ? അവിടെ ഹെൽമെറ്റ് ഇടണ്ടേ? വേണോ വേണ്ടയോ? ഇതെന്തൊരു ചിലരിടണ കാണാം. അതിനേക്കാൾ രസമാണ് ഇതിൻ്റെ ക്ലാമ്പൊക്കെ തൂങ്ങി കിടക്കണ കാണാം. അത് ഫിറ്റ് ചെയ്യാണ്ട് പിന്നെ ഇതിനെ ഹെൽമെറ്റ് അത് തെറിച്ചു പോയില്ലേ? അതുപോലെ 4 വീലർ ഓടിക്കുകയാണോ, സീറ്റ് ബെൽറ്റ് ഇടൂല. ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു കുറച്ചിൽ പോലെയാണ്. എടാ നമ്മളെ രക്ഷയ്ക്കല്ലേ ഇത്, വേറെ എന്തിനെങ്കിലും. സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി നീക്കരുത്. 50 മീറ്റർ അല്ലേ? എടാ 50 മീറ്റർ അല്ല, 1 മീറ്റർ ആണെങ്കിലും ഓടിക്കൽ തന്നെയാണ്. ഇത് എല്ലാ മേഖലയിലും ഉണ്ട്. എല്ലാ മേഖലയിലും നിയമങ്ങൾ പാലിക്കണം നമ്മൾ ജീവിതത്തിൽ. അതാണ് ഒരു പക്വതയാർന്ന വ്യക്തിത്വത്തിൻ്റെ ലക്ഷണം. അല്ലാണ്ട് നിയമങ്ങളെ തെറ്റിക്കുന്നിടത്തല്ല. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അതാണ് പറയുന്നത് അന്യഥാ പാദിത്യാശങ്ക. ശാസ്ത്രരക്ഷണം ചെയ്തില്ലെങ്കിൽ, നിയമങ്ങളെ പാലിച്ചില്ലെങ്കിൽ പതിച്ചു പോകാനുള്ള ആശങ്ക ഉണ്ട് എന്ന് ആചാര്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുക. വ്യക്തമാണല്ലോ ഇല്ലേ? അപ്പം അന്യഥ പാദിത്യാശങ്കയാന്നും പാഠം. അടുത്ത സൂത്രം ലോകേപി താവദേവ കിന്തു ഭോജനാദി വ്യാപാരഃ തു ആശരീരധാരണാവധി. ലോകേപി താവദേവ കിന്തു ഭോജനാദി വ്യാപാരഃ തു ആശരീരധാരണാവധി എന്നും പാഠം.
രണ്ടു സ്വാമി ഒന്നെന്നല്ലേ പറഞ്ഞേ? അല്ല, ആദ്യം പറഞ്ഞത് ലോകോപി താവദേവ എന്നാണ്, രണ്ടാമത് പറഞ്ഞത് ലോകേപി താവദേവ എന്നാണ്. കിന്തു ഭോജനാദി വ്യാപാരഃ തു ആ ശരീര ധാരണാവധി. ലോകേ അപി, ലോകത്തിൽ, അപി ലോകത്തിലും, താവദേവ അപ്രകാരം തന്നെ. അപ്പൊ ലോകത്തിൽ നീ കഴിയുന്ന സമയത്തും ലോകത്തിലെ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങളെ വഹിച്ചുകൊണ്ട് ലോകത്തിൽ കഴിയുകയാണ്. ആ സമയത്തും താവദേവ പ്രകാരം തന്നെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തൊട്ട് മുൻ സൂത്രത്തിൽ എന്താ പറഞ്ഞത്? ശാസ്ത്രരക്ഷണമാ പറഞ്ഞത്. ശാസ്ത്രരക്ഷണം ചെയ്യണം, ശാസ്ത്രത്തിനനുസൃതമായി ജീവിക്കണം. കിന്തു ഭോജനാദി വ്യാപാരഃ, ഭോജനം തുടങ്ങിയ വ്യവഹാരങ്ങൾ, ഭോജനം തുടങ്ങിയ വ്യാപാരങ്ങൾ ആ ശരീരധാരണാവധി, ശരീരം ധരിക്കുന്ന കാലം വരെ വേണം. ശരീരത്തെ ധരിക്കുന്ന കാലം വരെ ഭോജനാദി വ്യാപാരം ചെയ്യണം. ആ ഭോജനാദി വ്യാപാരം ശാസ്ത്രത്തിനനുസൃതം ആയിരിക്കണം. ഇനി ലോകഃ ശാസ്ത്ര ഭോജനാദി വ്യാപാരഃ എന്നും പറയാം. ലൗകികമായ ഭോജനാദി വ്യാപാരങ്ങൾ ആ ശരീരധാരണാവധി പുലർത്തണം. ശരീരം എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം ഭോജനാദി വ്യാപാരം വേണം. ഭക്ഷണം കഴിക്കുക തുടങ്ങിയ വ്യവഹാരങ്ങൾ ചെയ്യണം. അതെങ്ങനെയായിരിക്കണം? ശാസ്ത്രത്തിനനുസൃതമായിട്ടായിരിക്കണം. യഥേഷ്ടം ആചരിക്കാൻ തുടങ്ങിയാൽ നേരത്തെ പറഞ്ഞതുപോലെ പാതിത്യാശങ്ക, വീണുപോവാനുള്ള ആശങ്കയുണ്ട്. അപ്പം ഇവിടെ ഇത് പറയുന്ന സമയത്ത് ശാസ്ത്രത്തിൽ സാധനാമാർഗത്തിൽ കഴിയുന്നവരെ സംബന്ധിച്ച്, ലൗകികന്മാരെ സംബന്ധിച്ച് അതാണ് ലോകഃ. വ്യവഹാരങ്ങൾ എങ്ങനെയായിരിക്കണം? ഭോജനാദി വ്യാപാരഃ, ഭോജനം തുടങ്ങിയ വ്യാപാരങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഭോജനത്തിൻ്റെ അളവ്, ഭോജനത്തിൻ്റെ ഘടകങ്ങൾ, അല്ലേ? അളവ് പ്രധാനമല്ലേ? അളവ് എങ്ങനെയാ? ഭോജനത്തിൻ്റെ അളവ്, അതങ്ങനെ അളവ് പറയാൻ പറ്റുമോ സ്വാമി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആചാര്യന്മാർ പറഞ്ഞു തന്നത് വേണ്ടവർ സ്വീകരിച്ചാൽ മതി, വേണ്ടാത്തൊരു തള്ളിക്കളിയ. അർദ്ധമശനസ്യ സവ്യഞ്ജനസ്യ തൃതീയ മുദകസ്യ തു വായോ സഞ്ചരണാർത്ഥം തു ചതുർത്ഥം അവശേഷയേതെന്നാണ്. വയറിൻ്റെ പകുതി കട്ടിയുള്ളത് കഴിച്ചോളൂ. അപ്പോൾ ആരെങ്കിലും നമ്മളോട് പറയുക വയറ് നിറച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ വലിയ വിരോധം നമ്മളോടുണ്ടെന്ന് ഉറപ്പാണ്. നമുക്ക് വേഗം തന്നെ എന്തെങ്കിലും രോഗം വന്ന് കാറ്റ് പോകണമെന്ന് അവരാഗ്രഹിക്കുന്നു എന്ന് തോന്നും. കാരണം എന്താ? ആചാര്യൻ പറഞ്ഞത് അർദ്ധമശനസ്യ സവ്യഞ്ജനസ്യ, വ്യഞ്ജനമായിരിക്കുന്ന കട്ടിയുള്ള ആഹാരം വയറിൻ്റെ പകുതി. തൃതീയ മുദകസ്യതു, മൂന്നാം ഭാഗം, അതായത് 4ആയി വിഭജിച്ചാൽ 2 കട്ടിയുള്ളത്. അടുത്തത് ഉദകസ്യതു, വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊരു അരവി യന്ത്രത്തിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുക. ഒരു മിക്സിയിലോ ഗ്രൈൻഡറിലോ ഒക്കെ നമ്മൾ എന്തെങ്കിലും പൊടിക്കുകയോ അരക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ വെസൽ മുഴുവൻ സാധനം ഇട്ടാൽ വല്ലതും ആവുമോ? പൊടിയയില്ല, അരിയയില്ല, ഒന്നുമില്ല. അത് വേണം. പിന്നെ വെള്ളം വേണം. പിന്നെ വായു സഞ്ചാരത്തിന് സ്ഥലം വേണം. വായോഹോ സഞ്ചരണാർത്ഥം തു ചതുർത്ഥം അവശേഷയേത്, 4/1 ഭാഗം വായു സഞ്ചാരത്തിന് ഒഴിച്ചിടണം. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് കഴിക്കുക എന്ന് ആലോചിച്ചാൽ മതി, ഇല്ലേ? സ്വാദുള്ളതൊക്കെ ആണെങ്കിൽ മൂക്കറ്റം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഭക്ഷണം കഴിച്ചിട്ട് എന്നിട്ട്
വല്ലാത്ത ക്ഷീണം കേട്ടോ, ഒന്ന് കിടക്കട്ടെ. എന്താണ് ഭക്ഷണം കഴിച്ചിട്ടോ? ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം മാറില്ലേ വേണ്ട? ഭക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കൂ. പലരും പറയാറുണ്ട്, സ്വാമി ഞാനൊന്ന് വിശ്രമിക്കട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണിച്ചിട്ടാണുള്ളത്. ഇവിടെ ക്ഷീണം മാറാനല്ലേ ഭക്ഷണം കഴിക്കണത്. അപ്പോൾ ഭക്ഷണം കഴിച്ച് ക്ഷീണിക്കുക പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സിസ്റ്റത്തെ ക്ഷീണിപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം. പിന്നെ ദഹനത്തിന് വേണ്ടി അവന് പാവം കഷ്ടപ്പെടണം. ചിന്തിച്ചു നോക്കൂ. ഇത് അളവിനെ സംബന്ധിച്ച്. ഇനി അതിനേക്കാൾ പ്രധാനമാണ് അതിൻ്റെ മറ്റ് എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളത്. രാജസികവും താമസികവും. ചിലർ ഭക്ഷണം കഴിക്കണ കണ്ടു കഴിഞ്ഞാൽ സങ്കടവും, മൂക്കുന്നൊക്കെ നീരൊലിച്ച് കണ്ണെന്ന് വെള്ളമൊലിച്ച്. എന്താ അത് സ്വാമി എരിഞ്ഞിട്ട് എടാ വേറെ ആരെങ്കിലും നിൻ്റെ വായിൽ വെച്ച് തന്നോ? അത് നീ തന്നെയല്ലേ ഇതിൽ എരിവിട്ടത്? ഇത്രയ്ക്ക് എരിവ് വേണോ? അതൊരു സുഖാ സ്വാമി. ഇത് സുഖമായി കരയണതൊരു സുഖം. നോക്കണേ, ഒന്ന് ആലോചിച്ച്. തമാശ പറയാന്ന് വിചാരിക്കരുത്. നമ്മൾ ഓരോരുത്തരും അനുവർത്തിക്കുന്ന ഭോജന രീതികൾ ശ്രദ്ധിക്കാനായി പറഞ്ഞത്. ആശ്രമത്തിൽ വരുന്ന പലരും അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല അളവ് കഴിക്കാറുണ്ട്. ആരും അളവ് കുറയ്ക്കാറൊന്നുമില്ല. അപ്പം നമ്മൾ വെറുതെ നല്ല സ്വാദായില്ലേ? നല്ല സ്വാദുണ്ട് സ്വാമി. അപ്പം അതിൽ മസാലകളൊന്നും ഇല്ലല്ലോ, ഉള്ളി ഇല്ലല്ലോ, വെള്ളുള്ളി ഇല്ലല്ലോ, കായം ഇല്ലല്ലോ. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് സ്വാദിഷ്ടം, നല്ല സ്വാദാണ്. വീട്ടിൽ ഇത്ര സ്വാദം ഉണ്ടാവാറില്ല. എന്നാൽ നിങ്ങൾക്ക് വീട്ടിലിങ്ങനെ ഉണ്ടായിക്കൂടെ? ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അവരെ വീട്ടിൽ പോയി കഴിച്ചു നോക്കിയാലോ? അയ്യോ എൻ്റെ ഭഗവാനെ. അപ്പം നീ പറഞ്ഞൊക്കെ എന്തായി? അത് അവിടെ പറഞ്ഞല്ലേ, അതൊക്കെ അവിടുന്ന് അപ്പം തന്നെ വിട്ടു. ചിന്തിക്കുക. പഴയ വസ്തുക്കൾ ഇല്ല, കഴിക്കാറില്ല. പഴയ വസ്തുക്കൾ കഴിച്ചാലേ ചിലർക്ക് സമാധാനമാവുള്ളൂ. ഒരു ഊണാണെങ്കിൽ അച്ചാർ വേണം. അച്ചാർ എത്ര പഴകണോ അത്രയും കേമ, എന്നാലേ ഭംഗിയാവുള്ളൂ. പിന്നെ ബേക്കറി സാധനം ഇന്ന് ഉണ്ടാക്കിയതാണല്ലോ അല്ലേ? ബേക്കറി സാധനം ഇന്ന് ഉണ്ടാക്കിയതല്ല എന്ന് മാത്രമല്ല, മിക്കവാറും ഉച്ചിഷ്ടമായിരിക്കും. ആർക്കും വിരോധം തോന്നരുതേ. പറഞ്ഞത് ശരിയാണോ അല്ലയോ? അല്ല, എല്ലാവരും ചെയ്യുന്നു എന്ന് പറയണ്ടില്ല. ബേക്കറി സാധനം പഴയത് താമസികമാണ്. മാത്രമല്ല മിക്കവാറും ഉച്ചിഷ്ടമായിരിക്കും. ആണോ അല്ലയോ? സ്വാമി ഞങ്ങളാരും ഉച്ചിഷ്ടം കഴിക്കാറില്ല. എന്നാ നോക്കുക, ഒരു വിരുന്നുകാർ വന്നു വീട്ടിൽ, ഉടനെ ഒരു 10-20 ബിസ്ക്കറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അവരൊരു 2 എടുത്ത് കഴിച്ചു. ബാക്കി 18 എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും ഭരണിയിലിട്ടു. എന്നിട്ട് അടുത്ത ആൾ വരുമ്പോൾ വീണ്ടും ഇട്ടു. എടാ അതിൻ്റെ ബാക്കി എന്തിനാ കൊടുക്കണത്? ഉച്ചിഷ്ടം വേറൊരാളെ കൊണ്ട് കഴിപ്പിക്കുക. പിന്നെ സ്വാമി എന്ത് ചെയ്യും? കളയണോ? കളയണ്ട. ആദ്യമുള്ള ആൾക്ക് ഒന്നിട്ട് കൊടുക്കുക. ഒന്ന് കഴിച്ചാൽ ഒന്നും കൂടി കൊടുക്കുക. എന്താ കുഴപ്പം? എന്താ ഒരു മോശമല്ലേ സ്വാമി കൊടുക്കണം? നിങ്ങളെ വീട്ടിൽ ഒരുപാടുണ്ടെന്ന് കാണിക്കാൻ ഭരണി മുമ്പിൽ അവിടെ വെച്ചു കൊടുക്കൂ. ഒരുപാടുണ്ടെന്ന് കാണിക്കാൻ ഭരണി മുമ്പിൽ വെച്ച് കൊടുക്കുക. അല്ല, പ്ലേറ്റിൽ ഇട്ട് കൊടുക്കരുത്. പ്ലേറ്റിൽ ഒന്നേ കൊടുക്കാൻ പാടുള്ളൂ. ഒന്ന് കഴിച്ചാൽ ഒന്നും കൂടി കൊടുക്കുക. അയാൾ 100 കഴിച്ചോട്ടെ, 100 കൊടുത്തോളൂ. പക്ഷെ അയാൾ കഴിച്ചതിൻ്റെ ബാക്കി വീണ്ടും ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ള മഹാപാപം ചെയ്യരുത്. അത് ഉച്ചിഷ്ട ഭോജനം എന്നുള്ളത് വരും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പൊങ്ങച്ചവും ഇതൊക്കെ ഒഴിവാക്കിയാൽ മതി. ഉള്ളത് പോരെ, ഇല്ലാത്ത വെറുതെ കാണിക്കണോ? എന്ത് 4-5 വേണ്ട, ഒന്ന് കൊടുത്താൽ മതി. എന്നാ 2 കൊടുത്തോളൂ. 2-ലധികം കൊടുക്കണ്ട. എന്നിട്ട് കഴിക്കണതിനനുസരിച്ച് കൊടുത്തോളൂ. എന്നാൽ ഈ ഉച്ചിഷ്ടം ഇത് വരില്ല. ഇതൊക്കെ എത്ര കാലം മുമ്പ് ഉണ്ടാക്കിയ സാധനങ്ങളാണ്? ഒന്ന് ആലോചിച്ച് നോക്കും. പൂതി, പര്യുഷിതം ഒക്കെ മഹാതാമസികമായിട്ടുള്ളതാണ്. പൂതി പറഞ്ഞാൽ ദുർഗന്ധമുള്ളത്, പര്യുഷിതം ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലമായത്, യാതയാമം തലേന്നുണ്ടാക്കിയത്, ഗതരസം രസം മുഴുവൻ ഊറ്റിക്കളഞ്ഞത്. നമ്മുടെ മിക്കവാറും ആൾക്കാരുടെ ചോറ് അതാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. ആർക്കെങ്കിലും പൈസ ആകാശത്ത് വീണ് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ പൈസ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ പൈസ കൊടുത്തിട്ടാണ് അരി മേടിക്കണത്.
എന്നിട്ട് അത് തിളപ്പിച്ച് അതിൻ്റെ നല്ല അംശം മുഴുവൻ ഊറ്റിക്കളയും. എന്നിട്ട് ഇതിൻ്റെ ചണ്ടി കഴിക്കുക. അത് ഗതരസമാണ്. അതിന് പകരം വറ്റിച്ച് കഴിച്ചൂടാ? എന്താ അഭിപ്രായം? വറ്റിച്ച് കഴിച്ചാൽ സാത്വിക. ഇതിൻ്റെ വ്യത്യാസം പറഞ്ഞുതരാം. വറ്റിച്ച് നിങ്ങൾ കഴിച്ചോളൂ, അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉന്മേഷം ഉണ്ടാവും. ഊറ്റി കഴിഞ്ഞ് ചണ്ടി കഴിച്ചോളൂ, കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഉറക്കം തോന്നും. താമസിക്കാണ്. പറഞ്ഞത് ശരിയാണോ അല്ലയോ നോക്കുക. തെറ്റാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട. ചിദാനന്ദപുരി സ്വാമി വിഡ്ഢിത്തം പറഞ്ഞോന്ന് കൂട്ടിയാൽ മതി. അപ്പം അതുകൊണ്ട് അത് സാത്വികമായി കഴിച്ചൂടെ? ഈ കാശ് കൊടുത്ത് വാങ്ങിയത് ഊറ്റി കളയാനാ? ചിന്തിക്കുക. അപ്പം ഗതരസം, പൂത്തി, ദുർഗന്ധമുള്ളത്, പര്യുഷിതം, ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലമായത്, ഉച്ഛിഷ്ടം, കഴിച്ചതിൻ്റെ ബാക്കിയായിട്ടുള്ളത്, അമേധ്യം. അമേധ്യം എന്ന് പറഞ്ഞാൽ മേധാവർദ്ധകമല്ലാത്തത്. മേധ്യം എന്ന് പറഞ്ഞാൽ മേധ്യം, ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നത്, ഓർമ്മശക്തിയെ വളർത്തുന്നത്. അമേധ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്തത്. അമേധ്യത്തിൽ ഇപ്പം എന്തൊക്കെയാ പറയുക? മിക്കവാറും മദ്യങ്ങൾ അമേധ്യങ്ങളാണ്. മിക്കവാറും മദ്യങ്ങളെ പറഞ്ഞിട്ടില്ല, എല്ലാ മദ്യം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ചെറിയ അളവിന് മദ്യം കുഴപ്പമില്ല. ചെറിയ അളവിന് മദ്യം എല്ലാവരും കഴിക്കുന്നുണ്ടാവും ഇല്ലേ? ഇല്ല? ഇഡലി കഴിക്കാറില്ല? ഇഡലി കഴിക്കാറുണ്ടോ? ദോശ കഴിക്കാറുണ്ടോ? വെള്ളപ്പം കഴിക്കാറുണ്ടോ? എനിക്കിപ്പോൾ കിട്ടിയ മദ്യം ഇവിടെ വന്നിട്ട് ഒരു 2 മദ്യം കഴിച്ചു, ഒരപ്പം. അതിലൊക്കെ മദ്യത്തിന് അംശമുണ്ട്. എന്താ കുഴപ്പം? ഒന്നും കുഴപ്പമില്ല. ഒരളവിലധികം ആയാലേ കുഴപ്പമുള്ളൂ. അല്ലാണ്ട് മദ്യം കഴിക്കില്ല എന്നാരും പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ നമ്മുടെ മിക്കവാറും ഭക്ഷണം നിർത്തേണ്ടി വരും ഇവിടെ. കാരണം ഇഡ്ഡലി, ദോശ എല്ലാം ഫെർമെൻ്റ് ചെയ്താ. ഫെർമെൻറ്റേഷൻ നടക്കുന്ന എല്ലാത്തിലും ആൽക്കഹോളിൻ്റെ അംശം ഉണ്ടാവും. ഉണ്ടാവില്ല? ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രയാസമാണ്. ഏതായാലും അത് മേധ്യമല്ലാത്ത രീതിയിലേക്കുള്ള ഒന്നും കഴിക്കരുത്. ഇതാണ് താമസിക ആഹാരങ്ങൾ. പിന്നെ രാജസികം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ താമസികം വേണ്ടേ? കുറച്ചൊക്കെ കഴിച്ചോളൂന്നേ, അധികം ആവണ്ടെന്നേ ഉള്ളൂ. അതുപോലെ രാജസികം കഴിച്ചോളൂ, അധികം ആവണ്ടെന്നേ ഉള്ളൂ. കുറച്ചൊക്കെ കഴിക്കാം. രാജസികം എന്ന് പറഞ്ഞാൽ കട്ടമ്മള ലവണാത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷവിദാഹിന. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അധിക എരിവ്, അധിക പുളി, അധിക ഉപ്പ്, പിന്നെ തീക്ഷ്ണമായത്, മുളകിൻ്റെ ഒക്കെ ആ തീക്ഷ്ണത, രൂക്ഷമായ ഗന്ധമുള്ളതില്ലേ? ഇല്ല, രൂക്ഷമായ മണമുള്ള സാധനങ്ങൾ. പിന്നെ വിദാഹിന, അകത്ത് കയറി കഴിഞ്ഞാൽ പൊള്ളാൻ തുടങ്ങും. നെഞ്ചെരിയണോ വയറെരിയണോ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ രാജസികമായിട്ടുള്ളതാണ്. അതൊക്കെ എത്ര കുറയ്ക്കണോ അത്ര നല്ലതാണ്. സാത്വികാഹാരം കൂടുതൽ കഴിക്കുക. ആയുസ് സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധനാഹ രസ്യ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യ ആഹാരാ സാത്വികപ്രിയ. മാംസം പൊതുവെ ആരാ കഴിക്കണത്? മാംസാഹാരം കഴിക്കണ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ്. മാംസം ശരിക്കും പറഞ്ഞാൽ മാംസം രാജസികമാണ്, താമസികമാണ്, മിശ്രമായിട്ട് വരും. രാജസികത്തിൻ്റെയും താമസികത്തിൻ്റെയും മിശ്രമാണ് പൊതുവെ മാംസം. പക്ഷേ പൊതുവെ മനുഷ്യന്മാരിൽ മാംസം കഴിക്കുന്നവരെ ഞാനധികം കണ്ടിട്ടില്ല. ഇല്ല എന്ന് പറയാൻ പാടില്ല. അറേബ്യയിൽ അതുപോലെ ആഫ്രിക്കയിൽ ചില വിഭാഗങ്ങളൊക്കെ മാംസാഹാരം കഴിക്കുന്നവരുണ്ട്. മറ്റതൊക്കെ മാംസത്തിൻ്റെ സ്വഭാവം മാറ്റിയിട്ടാണ് കഴിക്കുന്നത്. മസാല ചേർത്തിട്ട് പലത് ചേർത്ത് അതിൻ്റെ സ്വഭാവം മാറ്റിയിട്ടാണ് കഴിക്കുന്നത്. അപ്പം എന്തായി? തനി രാജസികം. മസാല, എരിവ് എന്തായാലും അധികം ഉപയോഗിക്കും. ഉപ്പ്, എരിവ് തുടങ്ങിയ പോട്ട് അതിൻ്റെ സ്വഭാവം മാറ്റി തനി രാജസികമാക്കും. ഇനി ഇപ്പോഴത്തെ ചില സാധനങ്ങളൊക്കെ തനി താമസിക. ഓരോ സ്ഥലത്തുള്ള ബോർഡൊക്കെ കാണുന്നുണ്ടല്ലോ എന്തൊക്കെയാണ്.
എത്രയോ കാലം മുമ്പുള്ള ഇതിങ്ങനെ മുറിച്ച് 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 കഴിക്കുക. എത്ര കാലമായി അത് ഉണ്ടാക്കിയിട്ട് നാര് കണ്ടു? എന്തൊക്കെയാണ് പുതിയ പുതിയ എന്തൊക്കെയോ പേരുണ്ട്. ഭക്ഷണം മനുഷ്യൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ വലിയൊരു ചോദ്യമാണ്. 1991 ഈ പറയുന്ന സംഭവം. 91 അപ്പോൾ 33 കൊല്ലം മുമ്പാ കൊല്ലം ജില്ലയിൽ ഒരാശ്രമത്തിൽ നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ ക്ലാസ് എന്തോ വിഷയം എനിക്ക് ഓർമ്മയില്ല, ആധ്യാത്മിക സാധന എന്നോ മറ്റോ ആണ് ക്ലാസ്സിൻ്റെ വിഷയം. അപ്പം എന്തോ പറഞ്ഞ സമയത്ത് പിശാജ് എന്ന് പറയാനിടയായി. അപ്പം തമാശയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ, പിശാജ് എന്ന് പറഞ്ഞാൽ പിശിതം മാംസം അശ്നന്തീതി പിശാജ്, ഇറച്ചി കഴിക്കണവർക്ക് പറയുന്ന പേരാണ് പിശാജ്. അല്ല, ഈ കൂട്ടത്തിലും കാണും കുറച്ചൊക്കെ എന്ന് പറഞ്ഞു പോയി, തമാശയ്ക്ക് പറഞ്ഞതാണ്, അതൊരു ശൈലിയാണ്. ഉടനെ അതിലൊരു അമ്മ, നിങ്ങൾ കോഴിക്കോട്ടൊക്കെ കാണും. എൻ്റെ കോഴിക്കോടോ? ഞാൻ കോഴിക്കോടാ? നമ്മളെല്ലായിടത്തും ഒരുപോലെയാണ്, അല്ലാണ്ട് നമുക്ക് എന്ത് കോഴിക്കോടാ? താമസിക്കുന്നത് പ്രാരബ്ധവശാൽ കോഴിക്കോടാണ്, അവിടെ നിന്നാണ് അങ്ങോട്ട് പോയത്, അത് ശരിയാ. നിങ്ങൾ കോഴിക്കോടൊക്കെ കാണുന്നു. ശരി, സന്തോഷം. വേറൊന്നും പറഞ്ഞില്ല, സന്തോഷം എന്ന് മാത്രം പറഞ്ഞു. അത് കഴിഞ്ഞു, ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇവിടെ ആരും കഴിക്കത്തൊന്നുമില്ല. ശരി, ഇവിടെ ആരും കഴിക്കത്തൊന്നുമില്ല, അതാണ് മറുപടി. പരിപാടി താമസിക്കുന്ന മുറിയിൽ പോയി അവിടുന്ന് ഒരു പാത്രത്തെ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുക. വെള്ളം എടുത്ത് പെട്ടെന്ന് കാലിലൊരു ഭാരം. നോക്കിയപ്പോൾ ഒരു മനുഷ്യനാ, ദീർഘദണ്ഡ നമസ്കാരം, കാലിൽ വീണിരിക്കുക. എന്താ പിടിച്ചുടി? എന്താ പിടിച്ചുടിയിട്ടു? സ്വാമി ക്ഷമിക്കണേ. എന്ത് ക്ഷമിക്കണം? നിങ്ങളാരും എന്തിന്? എന്താ പ്രശ്നം? സ്വാമി പൊറുക്കണേ, മാപ്പാക്കണേ. എന്താന്ന് കാര്യം പറയും, എന്നല്ലേ മനസ്സിലാവുള്ളൂ. പൊറുക്കണമെന്നൊക്കെ വെറുതെ ബ്ലാങ്കായിട്ട് പുറത്തുനിന്ന് പറയാൻ പറ്റുമോ? പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പം പറഞ്ഞു, സ്വാമീനെ അവിടുന്ന് ഒരു സ്ത്രീ അപമാനിച്ചില്ലേ? ഇല്ലല്ലോ, ആരും അപമാനിച്ചിട്ടില്ലല്ലോ. സ്വാമി പ്രസംഗിക്കുമ്പോൾ ഒരു സ്ത്രീ അപമാനിച്ച് പറഞ്ഞില്ലേ? ഇല്ലല്ലോ, എനിക്ക് അപമാനമായിട്ട് തോന്നിയിട്ടില്ലല്ലോ. എന്തായാലും ശരിയാ, മാംസാഹാരത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒരമ്മ പറഞ്ഞു, അതിനെന്താ? അത് അവമാനമൊന്നും അല്ലല്ലോ, ഒരു വസ്തുതയല്ലേ പറഞ്ഞ്. എൻ്റെ സ്വാമി, ഞാനോ മറ്റോ ഓഫീസിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ദിവസം എങ്ങാണ്ട് മാംസം വാങ്ങാൻ മറന്നു പോയാൽ അവൾ ചട്ടുകം കൊണ്ട് എന്നെ തല്ലും. ദിവസം കഴിക്കണം അവൾക്ക്. ഞാൻ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. അത് സ്വാമിക്ക് എങ്ങനെ മനസ്സിലായി? ആ പെരുമാറ്റം കണ്ടറിഞ്ഞൂടെ? അല്ലാണ്ടെന്താ, സത്യമാണ്, ഇതൊന്നും കഥ പറയല്ല. ഈ പറഞ്ഞതുകൊണ്ട് ചിദാനന്ദപുര സ്വാമിയാർ മാംസം കഴിക്കരുതെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് കഴിക്കണം എന്ന് പറഞ്ഞോ? അതും പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം, ഇഷ്ടമില്ലാത്തവർ കഴിക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ മാംസം കഴിക്കണമെന്നോ കഴിക്കണ്ടെന്നോ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല, ഞാൻ അങ്ങോട്ട് പറയുകയില്ല. പക്ഷെ ഒന്ന് പറയാം, ഓരോ ആഹാരത്തിനും അതിൻ്റെ ഗുണങ്ങളുണ്ട്. സാത്വികം, രാജസികം, താമസികം. അപ്പം ഞാൻ മാംസം ഒഴിവാക്കിയെന്ന് വിചാരിച്ചോളൂ, എന്നിട്ട് വെള്ളുള്ളി കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഉള്ളി കഴിക്കുകയാണ്, അതിനേക്കാൾ നല്ല മാംസം കഴിക്കണം. കാരണം മാംസത്തിനേക്കാൾ രജോ ഗുണമാണ് ഉള്ളിയിലുള്ളത്, മാംസത്തേക്കാൾ. പിന്നെ അവിടെ ഒരു ചരിക്കുന്ന ജന്തു കൊല്ലപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചരിക്കാത്ത ജന്തു കൊല്ലപ്പെടുന്നുണ്ട്. ഏതാ? സസ്യങ്ങൾക്കൊക്കെ ജീവനില്ലേ? ഇല്ല, സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ട്. സസ്യങ്ങൾക്ക് മനസ്സും ബുദ്ധിയും ചിന്തയും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ജീവനുള്ള തന്നെയാണ്. അപ്പം ഹിംസ ചെയ്യുന്നില്ല എന്നൊന്നും ആരും പറയുകയൊന്നും വേണ്ട. ഹിംസ കൂടാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആർക്കും മാംസം ഇഷ്ടമുള്ളവർ കഴിച്ചോട്ടെ. പക്ഷേ ഈ ചോദ്യം, മാംസം രാജസികമാണോ താമസികമോ എന്ന് ചോദിച്ചാൽ, ഒരു ജന്തുവെ പിടിച്ച് ജീവനോടുകൂടെ കട്ടിച്ച് രക്തം കുടിച്ച് തിന്നുകയാണെങ്കിൽ രജോ ഗുണപ്രധാനമാണത്. അങ്ങനെയാണ് ജന്തുക്കൾ കഴിക്കുക. സിംഹം, കടുവയൊക്കെ അങ്ങനെയാണ് ചെയ്യുക.
സിംഹം കടുവയൊക്കെ അങ്ങനെയാണ് ചെയ്യുക ജന്തുക്കൾ. പക്ഷെ മനുഷ്യനതല്ല. മനുഷ്യൻ്റെ സ്വഭാവം മാറ്റിയിട്ടാണ് കഴിക്കുന്നത്. മസാല അതും ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ സ്വഭാവമൊക്കെ മാറ്റിയിട്ടാണ് മനുഷ്യൻ കഴിക്കുന്നത്. അപ്പോൾ രാജസികവും താമസികവും മിശ്രമായിരിക്കുന്ന ഭാവമായിരിക്കും അത്തരം ആഹാരങ്ങൾക്ക് ഉണ്ടാവുക. ചിലർ വിചാരിക്കുക എന്താ മനുഷ്യന്മാരധികം ഇറച്ചി കഴിക്കാറില്ല എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. അത് ഈ അർത്ഥത്തിലാണ്. മാംസാഹാരികളായ ജന്തുക്കൾ അതിൻ്റെ ഇരയെ ചാടി പിടിച്ച് കൊന്ന് ചോരയോട് കൂടി കഴിക്കുക. അങ്ങനെ പൊതുവേ കഴിക്കണവർ കുറവല്ലേ? എന്താ അല്ലേ? കുറവല്ലേ? അല്ല, അങ്ങനെ കഴിക്കാറുണ്ടോ ആരെങ്കിലും? അതാണെങ്കിൽ തന്നെ രാജസികം. ഇത് രാജസികവും താമസികവുമാണ്. ഒരു കാരണവശാലും ഒരു മാംസാഹാരവും സാത്വികമല്ല. അതുകൊണ്ട് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇനി സാത്വികം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ കഴിക്കേണ്ടാത്ത നിങ്ങൾ നിശ്ചയിച്ചോളാം. അത്രയും പറയാനൊക്കൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഭോജനാദി വ്യാപാര ടു ആ ശരീരധാരണാവധി, ശരീരം ധരിക്കേണ്ടുന്ന കാലം വരെ വ്യവഹാരം ചെയ്യണം, ഭക്ഷണം തുടങ്ങിയവ ചെയ്യണം. ഇതിനെ വേണ്ടതുപോലെ പരിപാലിക്കണം ശരീരത്തെ. കാരണം ഈ ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനും ശരീരം അനിവാര്യമാണ്, അല്ലേ? അതെ. അപ്പം ഇതിനെ വേണ്ട പോലെ നമ്മൾ സംരക്ഷിക്കണം. വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഉറക്കം കൊടുക്കുക, അതൊക്കെ വേണ്ടതാ. അതിൽ കവിഞ്ഞത് ഞാനാന്ന് അഭിമാനിക്കൊന്നും വേണ്ടാലോ. അങ്ങനെ അഭിമാനിക്കാൻ ആർക്കെങ്കിലും വകുപ്പുണ്ടോ? ഇത് ഞാൻ തന്നെ പോട്ടെ, എൻ്റെതാന്ന് പറയാൻ ആർക്ക് അധികാരമുണ്ട്? നമ്മളെ ഇതിന് ഓണർഷിപ്പൊന്നും നമുക്കില്ല, ട്രസ്റ്റിഷിപ്പേ ഉള്ളൂ. ഈ ശരീരത്തിൽ നമുക്ക് ആർക്കും ഓണർഷിപ്പില്ല. ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ട്രസ്റ്റിഷിപ്പുണ്ട്. ഒരു ട്രസ്റ്റിക്ക് എങ്ങനെയൊക്കെ ഭരിച്ചു കൊണ്ടുപോകാമോ അതുപോലെ ഈ ശരീരത്തെ നമുക്ക് പരിപാലിച്ചു കൊണ്ടുപോകാം. അത്രയേ ഉള്ളൂ. ഇതാ സത്യം. അപ്പോൾ ഭോജനാദി വ്യാപാരത്തു ആ ശരീരധാരണാവധി, ശരീരം നിലനിൽക്കുന്ന കാലത്തോളം ഭോജനാദി വ്യവഹാരം വേണം. ലോകവ്യവഹാരങ്ങൾ ചെയ്യണം. ഭക്തനാന്ന് വിചാരിച്ചിട്ട് ലോകവ്യവഹാരങ്ങൾ ചെയ്യാതിരിക്കരുത്. പതിയായിരിക്കാം, പത്നിയായിരിക്കാം, കുട്ടിയായിരിക്കാം, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം. അങ്ങനെ ലൗകികങ്ങളായിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യണം? ശാസ്ത്രരക്ഷണം ചെയ്തുകൊണ്ട് ആയിരിക്കണം. അതാണ് ആ ഒരു സൂത്രം പറയുന്നത്. തുടർന്ന് 15-ാം സൂത്രമാണ്. അത് ഈ ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയും. എന്തൊക്കെയാണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇതിലൊരു സംശയം ഒരാൾ എഴുതി വെച്ചത് സമയമായിട്ടുണ്ട്, എങ്കിലും പറയാം. ഒരാളുടെ ഗോത്രം, കുലം എന്നിവ അറിയാൻ എങ്ങനെ കഴിയും? വാസ്തവത്തിൽ കുലം, ഗോത്രം എന്നിവ പാരമ്പര്യക്രമത്തിൽ അറിയേണ്ടതാണ്. അച്ഛൻ, അമ്മ എന്നിവരിൽ നിന്ന് അറിയേണ്ടതാണ്. അവരുടെ അച്ഛനും അമ്മയിൽ അങ്ങനെ അങ്ങ് പോകേണ്ടതാ. അപ്പം ഇത് പറയണ സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ലുപ്തമായി പോയിട്ടുണ്ട് പൊതുവെ. ശരിയല്ലേ? ഇപ്പം ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഗോത്രം അറിയണവർ എത്രയാണെന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നമാണ്. അത് അറിയില്ല. കേരളത്തിൽ വിശേഷിച്ചും അറിയില്ല. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വിഷമിക്കൊന്നും വേണ്ട. എല്ലാവരും കാശ്യപഗോത്രം എന്ന് പറഞ്ഞോളൂ. അല്ലാണ്ട് ഇപ്പം എന്താ? കാരണം കശ്യപൻ്റെ അതിഥിയുടെയും കശ്യപൻ്റെ പിന്മുറക്കാരായിട്ടല്ലേ നമ്മൾ വരുന്നത്. കശ്യപൻ്റെ പിന്മുറക്കാരായിട്ടാണ് വരണത്. അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കശ്യപെന്ന് പറയാം. കാരണം കേരളത്തെ സംബന്ധിച്ച് അതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പം പൊതുവേ ഈ ക്രിയകൾ ചെയ്യുമ്പം ഗോത്രം പറയേണ്ട അടുത്ത് പലപ്പോഴും കൊണ്ടാണ്ടിരിക്കുക. ഗോത്രം അറിയില്ല എന്നുള്ളത്. എന്താ ഇപ്പോഴും ഉണ്ട്. വ്യവഹാരം അറിയുന്നവർക്കറിയാം. അത് പരമ്പര പോരുന്നതിൽ ആചാരങ്ങളും അത്തരം സ്മൃതികളൊക്കെ പൊതുവേ സമൂഹത്തിൽ നിന്ന്
വിട്ടുപോയിട്ടുണ്ട്. അതെ, ഗുരുനാഥൻ്റെ ഗോത്രച്ച ഗുരുനാഥനോ അതിങ്ങ് പോരുന്നതല്ലേ. ഗുരുനാഥൻ ഗോത്രപ്രവർത്തകനല്ലല്ലോ, ഗോത്രപ്രവർത്തകനല്ലല്ലോ ഗുരുനാഥൻ. അതല്ലേ പ്രശ്നം. ഋഷിമാരിൽ നിന്ന് വരുന്നതല്ലേ ഗോത്രം. ഭൃഗു, അത്രി, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, അങ്ങനെ ഉള്ള ഋഷിമാരിൽ നിന്ന് പോരുന്നതല്ലേ ഗോത്രം. അപ്പം അത് ലുപ്തമായി പോയി. പക്ഷേ വേറൊരു വിഷയം എന്താ വെച്ചാൽ, ഈ ഗോത്രത്തിനൊന്നൊരു പ്രാധാന്യമില്ല എന്ന് പറഞ്ഞാൽ പോലും ഗോത്രം വേണമെന്നുള്ള അഭിപ്രായമാണ് പൂർവികന്മാർ പറഞ്ഞത്. ക്രിയകളിൽ മാത്രമല്ല ഗോത്രം. ഇപ്പം ഞാനെല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി എന്ന് പറഞ്ഞു വിചാരിച്ചോളൂ. എല്ലാം ഉപേക്ഷിച്ച് ഒരാൾ സന്യാസിയായി എന്ന് പറഞ്ഞു, സന്തോഷം, നല്ലത്. പക്ഷേ സമ്പ്രദായത്തിൽ വരികയാണെങ്കിൽ അയാൾക്കും ഗോത്രമുണ്ട്. സമ്പ്രദായത്തിൽ വരികയാണെങ്കിൽ അയാൾക്ക് ഗോത്രമുണ്ട്. ഒരാളിപ്പോൾ ചോദിക്കുക, സ്വാമിയുടെ ഗോത്രം ഏതാന്ന് ചോദിച്ചാൽ ഭൂർഭുവ സ്വഹ ഗോത്രം എന്ന് പറയും. ശൃംഗേരി മഠത്തിൻ്റെ കീഴിലുള്ള പുരി, സരസ്വതി, ഭാരതി 3 പേർ, അതാണ് ഗോത്രം. അപ്പോൾ മറ്റു മഠങ്ങളിൽ വേറെ ഉണ്ട്. അപ്പോൾ ഗോത്രം എന്നുള്ളത് വ്യവഹാരത്തിനാ. അതൊക്കെ പേരെന്തിനാ? വ്യവഹാരത്തിനാ. അതുകൊണ്ട് പാരമ്പര്യക്രമത്തിലേ ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് മറുപടി. അതുപോലെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കുലത്തൊഴിലും കുറേയൊക്കെ നഷ്ടമായി പോയി, നമുക്കറിയില്ല. ഈ കുലം തുടങ്ങിയ വിഷയങ്ങൾ എന്തോ മോശമാണെന്നൊരു ധാരണ വരെ നമ്മുടെ സമൂഹത്തിൽ വന്നു. അതിൽ സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വം വരുമ്പോഴാണ് കുഴപ്പം. അല്ലാത്ത പക്ഷം ഒരു കുഴപ്പമില്ല, ശ്രേഷ്ഠമാണ്. കുലത്തൊഴിലിൻ്റെ മഹിമ എത്രയാ. ചില കുലങ്ങളിൽ നല്ല ഗായകരുണ്ടാവും, എല്ലാവരും പാടും, ഒരു ശ്രേഷ്ഠന്മാരായിരിക്കും സംഗീതത്തിൽ, വാദ്യോപകരണങ്ങളുടെ വിനിയോഗത്തിൽ. അതുപോലെ ഈ മരപ്പണി, ശില്പനിർമ്മാണം, ഇതിലൊക്കെ കുലത്തിന് വലിയ പ്രാധാന്യമാണ്. കാരണം കൊച്ചു കുഞ്ഞാവുമ്പോഴേ അച്ഛൻ മുത്തശ്ശൻ ചെയ്യണത് കണ്ട് കണ്ട് കണ്ട്, അല്ലെങ്കിൽ അമ്മ മുത്തശ്ശി ചെയ്യണത് കണ്ട് കണ്ട് ശീലിക്കും. അതിൻ്റെ മഹിമ കാണാൻ വേറൊന്നും വേണ്ട. തമിഴ്നാട്ടിലുള്ള ക്ഷേത്രങ്ങളുടെ ആകാശസ്പർശികളായ ഗോപുരങ്ങൾ, അതിലെ അതിസൂക്ഷ്മങ്ങളായ കൊത്തുവേലകൾ ഒന്ന് നോക്കിയാൽ മാത്രം മതി. സപ്തസ്വരങ്ങൾ ഉണർത്തുന്ന കരിങ്കൽ തൂണുകൾ, ഇതെന്തൊരു അത്ഭുത. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കണേ? അതൊക്കെ കുലത്തിൻ്റെ മഹിമയാണ്, അല്ലാണ്ട് സാധിക്കില്ല. പക്ഷെ ഇതൊക്കെ അട്ടിമറിച്ച് ഇപ്പോൾ ഇതൊക്കെ പറയണത് തന്നെ മോശമാണ്. ഇത് പറഞ്ഞാൽ പിന്തിരിപ്പനാ, കേസ് വരും. അതാണ് സ്ഥിതി. ശരി, ഏതായാലും കൊള്ളാം. നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം